നമസ്കാരം. നാളെ ജൂലൈ 22 ചൊവ്വാഴ്ചയാണ്. നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് അനുകൂലമായ ദിവസമാകുന്നു. രാശിപ്രകാരം നോക്കുമ്പോൾ ഇവർക്ക് ചില കാര്യങ്ങൾ അനുകൂലമാവുകയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നതും കൂടുതൽ ഉത്തമമായി തീരും. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശി ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായ തിരക്കുകൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള സമയമാകുന്നു. ലഘുയാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് അധിക സമയം നീളുക, ജോലി അല്പം നീണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആദായം വന്നു ചേരും എങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും ആദായം ലഭിക്കണം എന്നില്ല. കുടുംബത്തിന്റെ പിന്തുണ, വേണ്ടപ്പെട്ടവരുടെ സുഹൃത്തുക്കളുടെ പിന്തുണ ആശ്വാസം പകരുന്ന ഒരു ദിവസമായി തന്നെ മാറാം. പലവിധ തടസ്സങ്ങളും അകന്നു പോകുന്നതായ സമയം കൂടിയാണ് ഇത്. പല കാര്യങ്ങളിലും ശ്രദ്ധ അല്പമൊന്ന് കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പുണ്യകർമ്മങ്ങൾക്കും മറ്റ് അനുഷ്ഠാനങ്ങൾക്കും നേരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. ഗുണദായകത്വം കുറയുന്നതായ ദിവസമാകുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ടെൻഷൻ ഉണ്ട് എങ്കിലും അത് തീർക്കുവാനുള്ള ചില വഴികൾ തെളിഞ്ഞു എന്ന് വരാം. കടം വാങ്ങുവാനുള്ള പ്രേരണ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും കാര്യപ്രാപ്തിക്ക് കുറുക്കു വഴികളെ ആശ്രയിക്കേണ്ടതായ സാഹചര്യം പലപ്പോഴും വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം പിന്തുണ സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വാദപ്രതിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ശുഭം. സാമ്പത്തികം മോശമാകും എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. പുതിയ ധന മാർഗങ്ങൾ സദാ ചിന്തയിൽ ഉണ്ടാകുന്ന ഒരു ദിവസവുമാകാം. കാര്യാലോചനകളിൽ നിറസാന്നിധ്യമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ചില കാര്യങ്ങളിൽ അതൃപ്തി തോന്നാം. അത് പറയുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. വീട്ടുകാര്യങ്ങളിൽ ശുഷ്കാന്തി ഉണ്ടാകുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതം പൊതുവിൽ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം കൂടിയാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാണ്. നിങ്ങൾ പ്രധാനമായും ഇന്നേ ദിവസം ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമായതിനാൽ തന്നെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദേവീക്ഷേത്രത്തിലെ കുങ്കുമം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ശുഭകരമാണ്. സാധിക്കാത്തവർ ഇന്നേ ദിവസം ചുവന്ന പുഷ്പങ്ങൾ ദേവിക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമായി തീരും. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നാളുകാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇന്നേ ദിവസം അനുകൂലമായി തീരാവുന്ന ദിവസം തന്നെയാകുന്നു. ബിസിനസ് സംബന്ധമായ യാത്രകൾ അനിവാര്യമായി തീർന്നു എന്ന് വരാം. കർമ്മരംഗത്ത് ഉന്മേഷം വന്ന് ഭവിക്കാവുന്നതാണ്. പലവിധ മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കും. ജീവിതശൈലി കൂടുതൽ പരിഷ്കൃതമാകുന്ന ദിവസം കൂടിയാകുന്നു. സുഖഭോഗങ്ങളിൽ താല്പര്യം അധികരിക്കുന്ന ദിവസമായി മാറാം. കൂടാതെ പല വിധത്തിലും അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഗൃഹാന്തരീക്ഷത്തിൽ അല്പം ഒരു മാറ്റം വന്നു ചേരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യുന്നതാണ് ഉത്തമം. എതിർപ്പുകളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ദിവസം തന്നെയാകുന്നു. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് പരിഗണന പല കാര്യങ്ങളിലും ലഭിക്കുക. ദൂരയാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ധാർമ്മിക കർമ്മങ്ങൾക്ക് നേരം കണ്ടെത്തുവാൻ സാധിക്കും. പല വിധത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വീട്ടിലെ കാര്യങ്ങൾ അനുകൂലമായ രീതിയിൽ തന്നെ ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും.
കൂടാതെ ചില കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകുന്ന ദിവസമായി തന്നെ മാറാം. എന്നിരുന്നാലും ജാഗ്രത, ഏതൊരു കാര്യത്തിലും കൈവിടരുത് എന്ന കാര്യവും ഓർക്കണം. പല കാര്യങ്ങളിലും മധ്യസ്ഥ ശ്രമം നടത്തുകയും അത് പൂർണ്ണമായും വിജയിക്കണം എന്നില്ല. മാനസിക ക്ലേശങ്ങൾ സൃഷ്ടിക്കും, എങ്കിലും അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. പല വിധത്തിലും ചിന്തകൾ മനസ്സിലുണ്ടാകുന്നതാണ്. അത് ആവിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. അനുകൂലത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എങ്കിലും അതല്ല മറ്റ് കാര്യങ്ങളാണ് എങ്കിലും അതിൽ സമയം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ദിവസമായി മാറാം. പല കാര്യങ്ങളിലും പിന്തുണ വർദ്ധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറും. കടം വാങ്ങുവാനുള്ള പ്രേരണ ഉണ്ടായി എന്ന് വരാം. എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമായി തീരാം. ഇന്നേ ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദേവിക്ക് കഴിയുന്നതായ വഴിപാടുകൾ നടത്തുന്നതും ശുഭകരമാണ്. ദേവീക്ഷേത്രത്തിലെ കുങ്കുമം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിച്ച് ദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നത് വിശേഷാൽ ഫലം ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സഹായകരമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ. ഈ നക്ഷത്രക്കാരെ അഥവാ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ. ആ വിശ്വാസങ്ങൾ പലതും അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം രോഗക്ലേശിതരാണ് എങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായ സുഖപ്രാപ്തിക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലെങ്കിൽ അല്പം പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ദിവസമാകുന്നു. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ദിവസമായി മാറാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. പണച്ചെലവ് ഒരു പരിധി വരെയെങ്കിലും കുറയ്ക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും മൗനം കൊണ്ട് പ്രതിരോധിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ആനുകൂല്യങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് പരിഗണന പല കാര്യങ്ങളിലും ലഭിച്ചു എന്ന് വരാം. കൂടാതെ യാത്രകൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കർമ്മ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ആസൂത്രിതമായ പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് അനുകൂലമായി തീരാം. യാത്രകൾ വേണ്ടിവരുന്ന ഒരു ദിവസമായി മാറാം. തീർത്ഥാടനവും അതിൽ ഉൾപ്പെട്ടേക്കാം. പകരക്കാരെ ബിസിനസ് ചുമതല ഏൽപ്പിക്കുക, ചില ചുമതലകൾ ഏൽപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കുടുംബകാര്യങ്ങൾ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ തരണം ചെയ്യാൻ സാധിക്കുക, ശത്രുക്കളെ നിശബ്ദരാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും ആശങ്കയുണ്ട് എങ്കിലും അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ധനപരമായ കാര്യങ്ങളിൽ ഒരു അല്പം ആശങ്ക വന്നു ചേരാവുന്ന ദിവസമാണ്. ശുഭകാര്യങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സമയം കൂടിയാകുന്നു. കാരണം പല കാര്യങ്ങളും അത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കും. പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുക, കലഹങ്ങളിൽ നിന്നും വിട്ട് മാറി നിൽക്കുവാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഇന്നേ ദിവസം ശുഭാരംഭങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. വീട്ടിലെ ആവശ്യങ്ങൾ പലതും നിറവേറ്റി കൊടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇഷ്ടഭക്ഷണ യോഗം വന്നു ചേരുവാൻ, ഇഷ്ടപ്പെടുന്നതായ ഭക്ഷണം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല കാര്യങ്ങളിലും അതൃപ്തിയുണ്ട് എങ്കിലും പല കാര്യങ്ങളും ശുഷ്കാന്തിയോടെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. വാദിപ്രതിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. തൊഴിലിനോട് അല്ലെങ്കിൽ കർമ്മ മേഖലയോട് താല്പര്യം വന്നു ചേരുന്ന ഇരട്ടിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാവുന്നതുമാണ്. കടം വാങ്ങുവാനുള്ള പ്രേരണ ഉണ്ടായി എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. പൊതുവിൽ ഇന്നേ ദിവസം ലാഭം ലഭിക്കും എങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും ലാഭം ലഭിക്കുമോ എന്ന കാര്യം അല്പം സംശയം തന്നെയാണ്. ഇന്നേ ദിവസം അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് കഴിയാവുന്ന വഴിപാടുകൾ നടത്തി സാധിക്കുന്ന വഴിപാടുകൾ നടത്തുക.
കൂടാതെ ദേവീക്ഷേത്രത്തിലെ കുങ്കുമം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ചുവന്ന പുഷ്പങ്ങൾ ഇന്ന് വിളക്ക് തെളിയിച്ച് ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ അനുകൂലം തന്നെയാകുന്നു. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ. ജീവിത പുരോഗതിക്ക് അനുകൂലമായ ഒരു ദിവസമായി മാറാം. ആലസ്യം പല കാര്യങ്ങളിലും ഒഴിവാക്കേണ്ടതായ ദിവസം തന്നെയാകുന്നു. പ്രധാന തീരുമാനങ്ങൾ പല കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പല കാര്യങ്ങളിലും പുതിയ അറിവ് ലഭിച്ചു എന്ന് വരാം. കുടുംബസുഖം കുറയുന്നതല്ല. കൂടാതെ ഇന്നേ ദിവസം ആജ്ഞാശീലം അല്ലെങ്കിൽ കടുംപിടുത്തം നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. കൂടാതെ ഇന്നേ ദിവസം ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും സ്വീകാര്യത ലഭിക്കുന്ന സമയമാകുന്നു. സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കാവുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. സാമ്പത്തികപരമായ ശോചനാവസ്ഥയ്ക്ക് ഒരല്പം മാറ്റം വന്ന് ചേരാവുന്ന സമയം തന്നെയാകുന്നു. പഠിക്കാനുള്ള അവസരങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഗൃഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തത കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയായി മാറാം. കൂടാതെ ഈ സമയം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക, നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ തിരികെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പ്രശ്നങ്ങൾ പലതുണ്ട് എങ്കിലും അതിൽ ചിലതെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറാം. കൂടാതെ മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായി തന്നെ പിന്തുണ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാവുന്ന സമയം തന്നെയാകുന്നു. സമ്മർദ്ദങ്ങളുണ്ട് എങ്കിലും അത് പുറത്ത് കാട്ടാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രതിസന്ധികളിൽ അവയെ ഭംഗിയായി തന്നെ തരണം ചെയ്ത് മറികടക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ കുടുംബകാര്യങ്ങൾക്ക്, ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾക്ക് അല്പം കൂടുതലായും സമയം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. അപ്രതീക്ഷിതമായി ധനാഗമം വന്ന് ചേരുന്ന സമയമാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ദിവസമാണ്. പ്രത്യേകിച്ചും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുകയും ദേവീക്ഷേത്രത്തിലെ കുങ്കുമം അണിയുന്നതും ഏറ്റവും ശുഭകരമാണ്. സാധിക്കുമെങ്കിൽ തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുക. ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും.